എന്തായാലും ഒരു കാര്യം എനിക്ക് വ്യക്തമായി. നിന്റെ കുടുംബത്തിന്റെ ആഗ്രഹം നിനക്ക് നല്ലൊരു ഭാര്യ ഭർത്തൃബന്ധമല്ല. എല്ലാം കൈവിട്ടു പോകുമെന്നുള്ള പേടി കൊണ്ടാ നീ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. ഇനി ഞാനൊന്നും നിന്നെ കൺമുന്നിൽ കാണിക്കേണ്ട ആവശ്യമില്ല. കുപ്പയിലിടാനുള്ള ചവറ് പോലെ കണിമംഗലത്ത് നിന്ന് അധികം വൈകാതെ വരുൺ നിന്നെ വലിച്ചെറിയും. അതാ സംഭവിക്കാൻ പോകുന്നത്. എന്താ ഒന്നും പറയാത്തെ? വരുണിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടമ്മേ. അതിന്റെ ഒരു അംശമെങ്കിലും തിരിച്ചു കിട്ടിയാ ഞാൻ എത്ര സന്തോഷത്തിലായിരിക്കും അറിയോ. ഈ കുടുംബം ഇപ്പൊ എരുതിയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇപ്പൊ നീ ഒരുത്തിയാ. ഇതെല്ലാം തിരുത്താൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ചാവെങ്കിലും ചെയ്. എല്ലാം കേട്ടല്ലോ. ഈ നിമിഷം മുതൽ ഞാൻ പറയുന്നത് മാത്രമേ അനുസരിക്കാവൂ. നീ എന്റെ അടിമയാ. ഞാൻ ജീവൻ കളയാൻ പറഞ്ഞ ജീവൻ പോലും കളയേണ്ട അടിമ. വാടി. ഹലോ മുത്തശ്ശി. എടി, എന്താ അവിടുത്തെ അവസ്ഥ? എല്ലാവരും ചേച്ചിക്ക് എതിരാ മുത്തശ്ശി. അവളെ വിശ്വസിക്കരുതെന്ന് ഞാനൊരായിരം വട്ടം നിന്നോട് പറഞ്ഞതാ. നീ കേട്ടില്ല. അതുകൊണ്ടല്ലേ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. എടി, ഇനിയെങ്കിലും നീ സൂക്ഷിച്ചോ. ഇപ്പൊ എനിക്കറിയാം മുത്തശ്ശി, ഒരു വിഷപ്പാമ്പ എന്റെ കൂടെ ഉള്ളതെന്ന്. ഞാനേ അതിന്റെ പല്ല് പറിക്കും, എന്നിട്ട് തല്ലിക്കൊല്ലും. കണിമംഗലം കുടുംബത്തിനെ അവളൊരു ശാപമാണെന്നും പറഞ്ഞ് അവിടുത്തെ പരമേശ്വരനും പത്മിനിയും ദേവന്റെ കാൽക്കൽ കൊണ്ടിടണം അവളെ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാ പിന്നെ ഒരു നിമിഷം പോലും അവൾ ആറ്റുവാശ്ശേരിയിൽ ഉണ്ടാവില്ല. ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോളാം നാശത്തിനെ. ചേച്ചിയുടെ സ്വഭാവം എന്താണെന്ന് ഇനി തിരിച്ചറിയേണ്ടത് അച്ഛന്. എന്റെ ഇനിയുള്ള ശ്രമം അതിനാ. അധികമൊന്നും വൈകില്ല മുത്തശ്ശി. എന്റെ ജീവിതത്തിൽ എന്നെ വെല്ലുവിളിച്ചവരാരും അവരെ എല്ലാവരും ഇല്ലാതാക്കിയിട്ട് ഞാൻ അടങ്ങും. അവള് കരയും കാല് പിടിക്കുകയും ചെയ്യും. പക്ഷെ നിന്റെ മനസ്സ് അലിയരുത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്റെ സ്വപ്നങ്ങളെല്ലാം നടത്തിയെടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുന്നിൽ രാധിക എനിക്കൊരു തടസ്സമേ അല്ല. രാധിക മാത്രല്ല, എനിക്ക് തടസ്സം നിൽക്കുന്ന ഒരാളെ പോലും ഞാൻ വെറുതെ വിടില്ല മുത്തശ്ശി. മുത്തശ്ശി നോക്കിക്കോ. എടി, ഇപ്പഴാ നീ എന്റെ പേരക്കുട്ടിയായത്. ഇനി ഞാൻ ഇവിടെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങും. എടി, ആ സമാധാനം പൂർണ്ണതയിൽ എത്തണമെങ്കിലേ അവള് ചത്തുപോയെന്ന വാർത്ത കൂടി എനിക്ക് കേൾക്കണം. അതവിടെ കിടന്നാലും ശരി, ആറ്റുവാശ്ശേരിയിലായാലും ശരി, തെരുവിലായാലും ശരി. ആ വാർത്ത മുത്തശ്ശിയെ ഞാൻ കേൾപ്പിക്കും. ചത്ത് തൊലട്ടെ.
എന്താ മോളെ വൈകിയേ? ഫിദ മാഡം എവിടെയാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോളെ? ഒന്നുമില്ല, എനിക്ക് ഫിദ മാഡത്തിനൊന്ന് കാണണം. മോള് ഉള്ളിൽ എന്ത് സങ്കടം ഒളിക്കുന്നുണ്ട്. അത് തുറന്നു പറയുന്നില്ല എന്ന് പറഞ്ഞ് ഫിദയ്ക്ക് നല്ല വിഷമമുണ്ട്. ഫിദ നിന്നെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഒരിക്കലും അകലം കാണിക്കല്ലേ മോളെ. ഒന്നും ആ അമ്മയോട് ഒളിക്കരുത്. എനിക്ക് സംസാരിക്കണം. എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയണം. വൈകിയതിന്റെ കാരണം ഞാൻ ചോദിക്കുന്നില്ല. ഒന്നുമില്ല എന്നായിരിക്കുമല്ലോ മറുപടി. ഞാൻ ഫിദ മാഡത്തിനോട് കള്ളം പറയുന്നു തോന്നി തുടങ്ങിയോ? അങ്ങനെ ഒരിക്കലും തോന്നില്ല. ഇനി അഥവാ ചെറിയൊരു കള്ളം പറഞ്ഞാലും എൻ്റെ മോളുടെ കുസൃതിയായിട്ടേ ഞാനതിനെ കാണുള്ളൂ. ജീവിതത്തില് ഒരുപാട് അനുഭവങ്ങളുള്ള ആളല്ലേ ഫിദ മാഡം? ഞാനൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ തീർത്തു തരുമോ? എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ തീർത്തരാം. ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവാണോ വലുത്, അതോ വീട്ടുകാരാണോ? വല്ലാത്തൊരു ചോദ്യമാണല്ലോ ഇത്. ഭർത്താവിന് വേണ്ടി വീട്ടുകാരെ വേദനിപ്പിക്കുകയാണോ വേണ്ടത്, അതോ വീട്ടുകാർക്ക് വേണ്ടി ഭർത്താവിനെ വേദനിപ്പിക്കുകയാണോ വേണ്ടത്? വീണ്ടും കുഴഞ്ഞു. അല്ല, ഇതിപ്പോ ആരാ ഇങ്ങനൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നേ? അതാരെങ്കിലും ആയിക്കോട്ടെ മാഡം. എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാളാണെന്ന് തന്നെ കൂട്ടിക്കോ. താലി കെട്ടിയ ഭർത്താവിനെ അവൾക്ക് ജീവനാ. പക്ഷെ ചില സാഹചര്യങ്ങൾ തടസ്സമുണ്ട്. അവൾക്ക് അവളുടെ ജീവിതം കൊടുത്തത് കുടുംബമാണല്ലോ, അച്ഛനും അമ്മയാണല്ലോ. അപ്പൊ പിന്നെ ആ പെണ്ണ് എന്ത് ചെയ്യും? മോളെ, മാതാപിതാക്കളും കുടുംബവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ ഒരു സംശയമില്ല. സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നൊരു ഭർത്താവ് അവളുടെ സ്വത്താണ്. അവളെ ജീവിതകാലം മുഴുവൻ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് അവളുടെ ഭർത്താവാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ മുൻതൂക്കം കൊടുക്കേണ്ടത് ഭർത്താവിന് തന്നെയാണ്. അപ്പോ അതുവരെ സ്നേഹിച്ച കുടുംബം അവളെ ശപിക്കില്ലേ? അവര് നല്ലവരാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുക പോലുമില്ല. ഏതായാലും ആ പെണ്ണിനോട് പറഞ്ഞേക്ക്, ഭർത്താവ് സ്നേഹമുള്ളവനാണെങ്കിൽ, സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ളവനാണെങ്കിൽ അവൻ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ലാന്ന്. പിന്നെ അവളോട് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയണം. ജീവിതത്തിന്റെ ചില നിർണായക സമയങ്ങളിൽ നമ്മൾ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചിലരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തിയെന്ന് വരും. പക്ഷേ ആ തീരുമാനത്തിന്റെ ഉദ്ദേശം നല്ലതാണെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ബാക്കിയൊന്നും കേട്ടു നിൽക്കേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം കാലം തെളിയിക്കും. ഇപ്പോ സംശയം മാറിയോ, അതോ ഇനി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ? വേറൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്? അതല്ല, ഞാൻ കുറച്ചു നേരം മാഡത്തിന്റെ മടിയിൽ കിടന്നോട്ടെ, കുറച്ച് സമാധാനം കിട്ടാന്. അതിനെന്താ മോളെ, മോള് വാ. കിടന്നു. ആ പെണ്ണ് വല്ലാതെ ഉലച്ചു കളഞ്ഞു അല്ലേ? മോളെ, എന്താ മാഡം? സമാധാനം തോന്നുന്നുണ്ടോ നിനക്ക്?
നിനക്ക് എന്നേക്കുമായി ഉള്ളതാ. എന്നും നീ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ നിന്നെ കാത്തിരിക്കും. ജീവൻ നീ വാഴും നീ ദൈവം തന്ന വരം നീ ജീവൻ നീ വാഴും നീ. എന്താ മാഡം വിളിച്ചത്? സോണിയ, വേണ്ടി വന്ന പെട്ടെന്നൊരു ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്യണം. എവിടെ? ഇവിടെ. ആരുടെ ബർത്ത്ഡേയാ മാഡം? മാഡത്തിന്റെ ആണോ? അല്ല, പിന്നെ ആരുടെയാ? ഇന്ന് എന്റെ ബർത്ത്ഡേ അല്ല. ചിലപ്പോ അത് ഇന്ന് ആഘോഷിക്കേണ്ടി വന്നേക്കും. എനിക്ക് മനസ്സിലായില്ല മാഡം. എനിക്ക് രാധികയെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിനൊരു കാരണം വേണം. പെറ്റമ്മയുടെ പിറന്നാൾ അവഗണിക്കാൻ തോന്നില്ലായിരിക്കും. അവഗണിക്കില്ല മാഡം, എന്തായാലും വരും. സോണിയ, വേണ്ട അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തിക്കും. ശരി മാഡം. നിങ്ങൾ പ്രാക്ടീസ് ചെയ്തോ. ഹലോ, അമ്മയെ മോളെ. എന്തിനാ വിളിച്ചത്? ഞാൻ മ്യൂസിക് ക്ലാസ്സിലാ. എനിക്ക് മോളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നല്ലോ. ഞാനിപ്പോ ക്ലാസ്സിലാ. മോളെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങോട്ട് വരാം. ഓ അയ്യോ വേണ്ട, ഇങ്ങോട്ട് വരണ്ട. മോളെ ഒന്ന് കണ്ടിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങ് പോന്നോളാം. ഷോ, എന്തിനാ എന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? എന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞതല്ലേ, അതൊന്ന് മനസ്സിലാക്കിക്കൂടെ? അമ്മയുടെ സങ്കടം എന്താ മോള് മനസ്സിലാക്കാത്തത്? എനിക്ക് ഒന്ന് നിന്നെ കാണണം കുട്ടി. മോളുടെ സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ആ ജംഗ്ഷനിലേക്ക് അമ്മ വരാം. മോൾ അങ്ങോട്ടേക്ക് വന്നാ മതി. അമ്മ അവിടെ കാത്തു നിൽക്കാം. അല്ല, അങ്ങോട്ട് വരണ്ടെന്ന് മോള് പറഞ്ഞതുകൊണ്ടാ. അല്ലായിരുന്നെങ്കി വേണ്ട, ഞാൻ വരാം. പക്ഷെ എനിക്ക് അധികം നേരം നിൽക്കാനൊന്നും പറ്റില്ല. ആ വേണ്ട മോളെ, മോള് പെട്ടെന്ന് പൊയ്ക്കോ. മാഡം, ഞാൻ നേരത്തെ പറഞ്ഞ സ്ത്രീയില്ലേ? ഏതാ മോളെ? ഞാൻ ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും കാര്യത്തിലൊരു സംശയം ചോദിച്ചില്ലേ? ഓ, ആ സ്ത്രീ. അവർക്കെന്താ? ആ അല്ല, അവരാ ഇപ്പൊ എന്നെ വിളിച്ചത്. അവർക്ക് വീണ്ടും എന്തോ പ്രശ്നങ്ങള്. എന്നൊന്നും ഒന്ന് കാണാൻ പറ്റുമോന്ന് ചോദിച്ചു. അതിനെന്താ? അവർക്ക് മനസ്സിന് എന്തോ അസ്വസ്ഥത ഉള്ളതുകൊണ്ടല്ലേ. മോള് പോയി കണ്ടു. സമാധാനം കിട്ടട്ടെ അവർക്ക്. അല്ല, ക്ലാസ് അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. മോള് പെട്ടെന്ന് ചെല്ലേ. മനസ്സിന് ബലമില്ലാത്തവരാകുമ്പോൾ എന്തെങ്കിലും അബദ്ധമൊക്കെ കാണിച്ചു പോകും ചിലപ്പോ. ശരി മാഡം. മോളെ, ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അമ്മ ഇടപെട്ട് പരിഹരിക്കാന്ന് പറഞ്ഞേക്ക് കേട്ടോ.
എന്താ ശ്യാമേ ഇത്? രാധിക പറഞ്ഞ കള്ളമല്ലേ? എനിക്കങ്ങനെ തോന്നിയത്. കള്ളമാണ്. ഇന്ന് എൻ്റെ മോള് പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. വേറൊരാൾക്ക് വേണ്ടിയാണെന്ന് അവൾ പറഞ്ഞില്ല. അവൾ ചോദിച്ച സംശയങ്ങളൊക്കെ അവളെക്കുറിച്ചാണ്. അവളിപ്പോൾ കാണാൻ പോകുന്നത് അവളുടെ കൂട്ടുകാരിയൊന്നുമല്ല. പിന്നെ പെൺകുട്ടികൾ അമ്മമാരുടെ മുമ്പിൽ ഒരുപാട് അഭിനയിക്കേണ്ടി വരുന്നത് അവര് സ്നേഹിക്കുന്ന പുരുഷനെ കാണാൻ പോകുമ്പോഴാണ്. എത്ര കള്ളം പറഞ്ഞാലും അവർക്ക് തൃപ്തിയാവില്ല. അപ്പോ എൻ്റെ മകളുടെ ആഗ്രഹം എന്തായാലും ഞാൻ തടസ്സം നിൽക്കില്ല. പക്ഷേ എനിക്കിപ്പോൾ തന്നെ അത് അറിഞ്ഞേ പറ്റൂ. നമ്മൾ രാധികയുടെ പിന്നാലെ പോകുന്നു. രാധിക കാണുന്ന ആളെ നമ്മളും കാണുന്നു. സംശയരോഗിയായ അമ്മയായിട്ടല്ല, അവൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാ. ഭാരതി, എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? ക്ലാസ്സിനിടയ്ക്ക് വിളിച്ചതുകൊണ്ട് മോൾ അമ്മയുടെ ദേഷ്യത്തിലാണോ? എനിക്ക് ദേഷ്യമൊന്നുമില്ല. ക്ലാസ് മുടക്കുന്ന ഇഷ്ടമല്ല. അവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. സോറി മോളെ, ഇന്ന് അമ്മയ്ക്കൊരു പ്രധാനപ്പെട്ട ദിവസമാ. ഈ ദിവസം അമ്മ നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു. ഇന്ന് മോളുടെ അമ്മയുടെ പിറന്നാളാ. ഓ, നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടതിന് ശേഷം അമ്മ ഈ ദിവസം ഓർക്കാറില്ലായിരുന്നു. ഒന്ന് ക്ഷേത്രത്തിലേക്ക് പോവുക പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പൊ എന്തോ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കണമെന്ന് തോന്നി. അമ്മ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക. മോള് അമ്മയുടെ കൂടെ വീട്ടിലേക്കൊന്ന്. ഇത്തവണ വേണ്ട, അടുത്ത വർഷം ആവട്ടെ. ഈ സ്കൂളിന്റെ കാര്യം മാത്രമല്ല, എനിക്ക് വീട്ടിലും ചില പ്രശ്നങ്ങളുണ്ട്. അതെന്ത് പണിയാ മോളെ? അമ്മ ഇത്രയും വലുതായിട്ട് ആഗ്രഹിച്ചിട്ട് മോളുടെ അടുത്തേക്ക് വന്നതല്ലേ. സ്വന്തം അമ്മയ്ക്ക് ഈ ഒരു ചെറിയ സന്തോഷം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാ അത് സങ്കടമുള്ള കാര്യമല്ലേ? വേണ്ട സോണിയ, അവളെ നിർബന്ധിക്കണ്ട. ഇത്രയും കാലം ഉണ്ടാകാത്തത് ഒരു വർഷം കൂടി ഇല്ലെന്ന് ഞാൻ കരുതിക്കോളാം. തയ്യാറാക്കി വെച്ചിരിക്കുന്നതൊക്കെ കുഴികുത്തി മൂടിക്കോളാൻ അവരോട് പറ. എന്റെ മോളുടെ തീരുമാനങ്ങളെക്കാൾ വലുത് എനിക്കൊന്നുമില്ല. പിന്നെ എന്നെ കാണുമ്പോൾ പറയാറുണ്ടല്ലോ, എന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഒരമ്മയെ കാണുന്ന ഫീല് തോന്നാറില്ലെന്ന്. അതെന്റെ ഗതികേടിന്റെ സൂചനയല്ലേ. മോള് പൊയ്ക്കോ. അമ്മ ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വിഷമിപ്പിക്കില്ല. ഒന്നും മുടക്കണ്ട, നമുക്ക് പോവാം. പക്ഷെ എന്നെ പെട്ടെന്ന് വിട്ടാ മതി. മോള് പോന്നോളൂ. അമ്മയ്ക്ക് അടുത്ത വർഷത്തില് ഓർത്തു വെക്കാൻ ഇത് തന്നെ ധാരാളം. ഞാനും എന്റെ മോളും കൂടി ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുന്ന ഒരു ബർത്ത്ഡേ, അതിനേക്കാൾ വലിയ സൗഭാഗ്യം വേറൊന്നുമില്ല. മോള് വാ.